प्यारे बच्चों नमस्ते। आज हम पढ़ेंगे हमारा नया पाठ चंद्रशेखर वेंकटरामन। कैसे हैं आप लोग? अच्छे हैं ना? अच्छा, हमारा नया पाठ का नाम क्या है? चंद्रशेखर वेंकटरामन। टेक योर ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 34. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ് കേട്ടോ. ചന്ദ്രശേഖർ वेंकटरामने कुറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. चंद्रशेखर वेंकटरामन एक वैज्ञानिक थे. उन्होंने प्रकाश एवं ध्वनि के बारे में कई आविष्कार किए गए थे. अब देखिए पुस्तिका पर फर्स्ट पैराग्राफ. विज्ञान के क्षेत्र में पहले भारत का नाम संसार भर में उज्जवल करने वाले वैज्ञानिक चंद्रशेखर वेंकटरामन और आचार्य जगदीश चंद्र बोस थे. विज्ञान मीन्स साइंस, वैज्ञानिक मीन्स साइंटिस्ट, ഉജ്വൽ മീൻസ് ഇലുമിനേറ്റഡ്. അപ്പം നമ്മുടെ ഈ ശാസ്ത്ര ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ശാസ്ത്രജ്ഞന്മാരിൽ ആയിരുന്നു ആര്? ചന്ദ്രശേഖർ വെങ്കിട്ടരാമനും അതുപോലെ ആചാര്യ ജഗദീഷ് ചന്ദ്ര ബോസും. श्री रामन का जन्म एक मध्यवर्गीय परिवार में हुआ था. മധ്യവർഗീയ എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. അദ്ദേഹം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലായിരുന്നു ജനിച്ചത്. ഉनके पिता ശ്രീ ചന്ദ്രശേഖർ അയ്യർ एक कॉलेज में प्रोफेसर थे. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്? ചന്ദ്രശേഖർ അയ്യർ. അദ്ദേഹം ഒരു കോളേജിലെ പ്രൊഫസറായിരുന്നു. उन्हें गणित, भौतिकी विज्ञान, खगोल विज्ञान और संगीत में बहुत रुचि थी. ഗണിതം എന്ന് പറഞ്ഞാൽ എന്താ? മാത്സ്. ഭൗതികി വിജ്ഞാൻ എന്ന് പറഞ്ഞാൽ ഫിസിക്സ്. ഖഗോൾ വിജ്ഞാൻ എന്താണ്? ആസ്ട്രോണമി. അപ്പോൾ സംഗീതം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്തൊക്കെയായിരുന്നു അഭിരുചി ഉണ്ടായിരുന്നത്? മാത്സ്, ഫിസിക്സ്, ജ്യോതിശാസ്ത്രം, അതുപോലെ സംഗീതം. ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെ പിതാവിന് വളരെ അഭിരുചിയായിരുന്നു. श्री रामन ने इन कलाओं के प्रति चाव अपने पिता के कारण ही प्राप्त किया. चाव मीन्स ഇൻട്രസ്റ്റ്. അപ്പം ഈ വെങ്കിട്ടരാമനും എന്തുണ്ടായിരുന്നു? ഈ ഗണിതത്തോടും ഫിസിക്സ്, സംഗീതം, ജ്യോതിശാസ്ത്രം ഇതിനോടൊക്കെ ഒരു അഭിരുചി ഉണ്ടായിരുന്നു. തൻ്റെ പിതാവിൻ്റെ അടുത്തു നിന്നും അദ്ദേഹത്തിന് അങ്ങനത്തെ ഈ കാര്യങ്ങളിലൊക്കെ വളരെ അഭിരുചിയായിരുന്നു. उनकी माता पार्वती अम्माൾ बहुत धैर्यशीला और दृढ़ संकल्प वाली महिला थी. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരെന്താ? പാർവതി അമ്മാൾ. അവരെന്തായിരുന്നു? ധൈര്യശീലയായിരുന്നു. ധൈര്യശീലയും പിന്നെന്താണ്? ദൃഢസങ്കല്പ്. ദൃഢസങ്കല്പ് എന്ന് പറഞ്ഞാൽ ഉറച്ച തീരുമാനം എടുക്കുന്നത്. ഒരിക്കലും ഇളകി കളിക്കുന്ന ആളല്ല, ഉറച്ച തീരുമാനമെടുക്കുന്ന ആളായിരുന്നു അമ്മ. बालक रामन का जन्म 7 नवंबर 1888 को तमिलनाडु के तिरुचिरापल्ली नामक स्थान में हुआ था. അപ്പോൾ 7 നവംബറിൽ 1880 തമിഴ്നാട്ടിലെ തിരുച്ചിറാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. മാതാപിതാ की देखरेख में रहकर बालक की स्वाभाविक प्रतिभा का विकास ബലി ബാന്തി ഹോ സക്ക. ബലി ബാന്തി എന്നൊക്കെ പറഞ്ഞാൽ ഡബിളി, ഇരട്ടിയായിട്ട്. സ്വാഭാവിക എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ. പ്രതിഭ, ടാലൻറ്റ്. അപ്പം നാച്ചുറൽ ടാലൻറ്റ്, സ്വാഭാവിക് പ്രതിഭ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് അദ്ദേഹത്തിന് അമ്മയുടെ കയ്യിൽ നിന്നുള്ള ധൈര്യശീലവും പിന്നെന്താണ് ദൃഢസങ്കല്പ്, ഇതൊക്കെ അമ്മയുടെ കയ്യിൽ നിന്നും. അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്താണ് അദ്ദേഹത്തിന്? ഗണിത് അല്ലേ, ഫിസിക്സ്, സംഗീതം, അതിലൊക്കെയുള്ള അഭിരുചി, ഇത് എല്ലാം കൂടി അദ്ദേഹത്തിന് എന്തായി? ഇരട്ടിയായി വർദ്ധിച്ചു. 12 वर्ष की आयु पूरी होने से पहले ही बालक रामन मैट्रिक पास कर कॉलेज में प्रवेश कर चुके थे. അപ്പോൾ 12 വർഷം എന്ന് പറഞ്ഞാൽ എന്താ? 12 ഇയേഴ്സ് ആകുമ്പോഴേക്കും എന്തായി? ബാലക് രാമൻ മെട്രിക് പരീക്ഷ പാസ്സായിട്ട് എവിടെ എത്തി? കോളേജിൽ ചേർന്നു. अपनी कक्षा में
सबसे कम आयु के छात्र होने पर भी उनका ज्ञान अन्य छात्रों की अपेक्षा बहुत अधिक था. അപ്പോൾ മറ്റുള്ള കുട്ടികളെക്കാളും അദ്ദേഹത്തിന് പ്രായം കുറവായിരുന്നു, എന്നാലോ ബുദ്ധിശക്തി കൂടുതലായിരുന്നു. इस कारण वे प्रोफेसरों के प्रिय छात्र बन गए. ഇത് കാരണം എന്താണ്, അധ്യാപകർക്കൊക്കെ അദ്ദേഹത്തെ പ്രിയപ്പെട്ടവനായിട്ട് മാറി. कॉलेज में पढ़ते वक्त उनका ध्यान गणित और विज्ञान की ओर था. കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവനും എവിടെയായിരുന്നു, മാത്സിലും സയൻസിലൊക്കെ ആയിരുന്നു. कुछ समय बाद श्रीमती ആനി ബസന്റ് की തിയോസഫി का प्रभाव उन पर पड़ा. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ആനി ബസന്റിൻ്റെ തിയോസഫി എന്ന് പറഞ്ഞാൽ എന്താ, ഫിലോസഫി, ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. बीच में उनकी रुचि धार्मिक साहित्य की और भी रही. അതിൻ്റെ ഇടയിൽ അദ്ദേഹം ധാർമ്മിക സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താ, റിലീജിയസ് ലിറ്ററേച്ചർ, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അവിടേക്കും തിരിഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ. पर अंत में फिर वे विज्ञान की ओर झुकाए. പിന്നെ അദ്ദേഹം എങ്ങോട്ട് തിരിച്ചു വന്നു, സയൻസിൻ്റെ അടുത്തേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു വന്നു. कॉलेज में भौतिकी विज्ञान फिजिक्स में सर्वप्रथम आने के कारण उन्हें अरणि स्वर्ण पदक प्रदान किया गया. അപ്പോൾ ഭൗതികി വിജ്ഞാൻ എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, രസായനശാസ്ത്രം എന്തായിരുന്നു, കെമിസ്ട്രി അല്ലേ, ജൈവിക ശാസ്ത്രം എന്തായിരുന്നു, ബയോളജി. അപ്പം ഫിസിക്സിന് എന്താ പറയുന്നത്, ഭൗതികി വിജ്ഞാൻ. അപ്പോൾ ഫിസിക്സിൽ അദ്ദേഹം എന്ത് ചെയ്തു, സർവപ്രഥം ഫസ്റ്റായിട്ട് വന്നു. അങ്ങനെ അദ്ദേഹത്തിന് എന്ത് കിട്ടി, അരണിയൊക്കെ സംസ്ഥാക്ക നാം ഹെ അരണി, ഗോൾഡ് മെഡലാണ് കേട്ടോ. സ്വർണ്ണ പതക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ ലഭിച്ചു. उत्साहित होकर उन्होंने आगे भी भौतिकी विज्ञान के अध्ययन को ही जारी रखा എന്നാൽ തുടർച്ച, കണ്ടിന്യൂ ചെയ്യുക. അപ്പം അദ്ദേഹത്തിന് ഒരു ഗോൾഡ് മെഡൽ ലഭിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉത്സാഹം ഒന്നും കൂടി വർദ്ധിച്ചു. അങ്ങനെ അദ്ദേഹം ഫിസിക്സ് അതന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ നമുക്കൊക്കെ ഒരു പ്രൈസ് കിട്ടുകയെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമാണ് അല്ലേ. എന്തെങ്കിലും പ്രോഗ്രാമിലൊക്കെ ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ അല്ലേ, വളരെയധികം ഒരു പ്രോത്സാഹനമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നും കൂടി ഉഷാറായി പ്രൈസ് കിട്ടിയപ്പോൾ. कॉलेज के दिनों में ही उन्होंने विज्ञान के क्षेत्र में कई आश्चर्यजनक खोजें की थी. അങ്ങനെ കോളേജിലായിരിക്കുന്ന ആ സമയത്ത് തന്നെ അദ്ദേഹം സയൻസിൽ ഒരുപാട് അതിശയിപ്പിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്തി. इस प्रकार के अनुसंधान संबंधी उनके कई लेख विदेशों के मासिक पत्रों में प्रकाशित हो चुके थे. അപ്പോൾ അനുസന്ധാൻ സംബന്ധി എന്നൊക്കെ പറഞ്ഞാൽ എന്താ, റിസർച്ച് നടത്താം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ വിദേശ മാസികകളിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു. അപ്പോൾ പ്രകാശിത് ഓ ചുക്കേത്തെ ഇസ്സേ ഉൻകാ ഉത്സാഹ് ഓർ ബി ബഡ് ഗയ. ഇതും കൂടി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്സാഹം ഒന്നും കൂടി വർദ്ധിച്ചു. പണ്ടൊക്കെ അങ്ങനെ പല മാസികകളും പത്രങ്ങളും അതിലൂടെയൊക്കെയാണ് ഓരോ വാർത്തകൾ അറിയുന്നത്. ഇന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നെറ്റിൽ നോക്കിയാലും ഫേസ്ബുക്ക്, വാട്സപ്പ് അല്ലേ, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ വിദേശ മാസികകളിലൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒന്നുകൂടി ഉത്സാഹമായി. മദ്രാസ് विश्वविद्यालय में विज्ञान के विषय में प्रथम श्रेणी में उत्तीर्ण होने वाले वे पहले छात्र थे. അങ്ങനെ മദ്രാസ് വിശ്വവിദ്യാലയം എന്താണ്, യൂണിവേഴ്സിറ്റി. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സയൻസിൽ, വിജ്ഞാൻ എന്താണ്, സയൻസ്, അതിൽ പ്രഥം ശ്രേണി മേ ഉത്തീർണ ഹോനെ വാലെ പെഹലെ ഛാത്രത്തെ. അപ്പം ഈ സയൻസിൽ ഫസ്റ്റായിട്ട് വന്ന, ആദ്യമായിട്ട് ഫസ്റ്റായിട്ട് പാസ്സായ ഒരു വിദ്യാർത്ഥി ആരാണ് വിദ്യാർത്ഥി രാമനായിരുന്നു, വെങ്കിട്ട രാമനായിരുന്നു. श्री रामन के अध्यापक प्रोफेसर जेम्स ने उन्हें इंग्लैंड में विज्ञान का अध्ययन करने हेतु छात्रवृत्ति दिलाई, परंतु शारीरिक अस्वस्थता के कारण वे जा नहीं पाए. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ പ്രൊഫസർ ജെയിംസ് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിനൊരു ഇംഗ്ലണ്ടിൽ സയൻസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകാനൊരു സ്കോളർഷിപ്പ് കൊടുത്തു.
പക്ഷേ ശാരീരിക അസ്വസ്ഥത കാരണം അദ്ദേഹത്തിന് അന്ന് പോകാനായിട്ട് സാധിച്ചില്ല. പണ്ടൊക്കെ അങ്ങനെ അധ്യാപകർ ഈ കുട്ടിക്ക് ഓരോ കുട്ടികളെ നോക്കിയിട്ട് അവരോട് പറയായിരുന്നു, ഇന്ന ഇത് നല്ല ടാലൻ്റ് ഉണ്ട്, അതിലേക്ക് പോകണമെന്നൊക്കെ പണ്ടത്തെ അധ്യാപകരൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ അധ്യാപകനായിരുന്നു ആര്? ജെയിംസ്. അദ്ദേഹം സയൻസിൽ കൂടുതൽ പഠനത്തിനായിട്ട് ഒരു സ്കോളർഷിപ്പ് കൊടുത്തു. അതിന് പോവാനായിട്ട് സാധിച്ചില്ല. ഇന്ന് ഇത്ര വരെയാണ്. നമുക്ക് മീനിങ്സ് നോക്കാം. ഉജ്വൽ ഇലുമിനേറ്റഡ്, സ്വർണ്ണ പദക് ഗോൾഡ് മെഡൽ, പ്രയോഗശാല ലബോറട്ടറി, ചാവ് ഇൻട്രസ്റ്റ്, ആശ്ചര്യജനക് സർപ്രൈസിങ്, ആവിഷ്കാർ ഇൻവെൻഷൻ, ധൈര്യശീല എ ഫീമെയിൽ വിത്ത് പേഷ്യൻസ്, ഛാത്രവൃത്തി സ്കോളർഷിപ്പ്. पर्यायवाची शब्द माता मातृ जननी, उत्तम श्रेष्ठ प्रधान, प्रकाश प्रभा ज्योति, बिजली चंचला चपला, पुरस्कार बैंड उपहार, रात्रि निशा रजनी, अनुपम अतुलनीय अनोखा, निपुण कुशल चतुर, संसार विश्व जगत. विलोम शब्द जन्म मरण, भीतर बाहर, नया पुराना, कम ज़्यादा, आगे पीछे, रुचि अरुचि, स्वस्थ अस्वस्थ. अनेक शब्दों के लिए एक शब्द. जो समय बीत गया है अतीत, जो परिश्रमी हो अध्यवसाय, तेज बुद्धि वाला कुशाग्र बुद्धि, किसी संस्था का प्रधान अध्यक्ष, जिसकी कोई उपमा न हो अनुपम, गणित का ज्ञाता गणितज्ञ. ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതാം. മീനിങ്സ്, സിനോണിംസ്, എനോണിംസ്, വൺ വേർഡ് അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതാം. മിസ് എടുത്തത് വരെ ഒന്ന് വായിക്കുകയും ചെയ്യാം. आज इतना ही है, अगले क्लास में मिलेंगे. धन्यवाद.